പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ജീവനേ സ്വസ്ഥതേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വസ്ഥതേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. എൻ്റെ മക്കളെ, വളരെ നല്ലൊരു സമയമാണിത്. കർത്താവ് പ്രസാദിച്ച് നിൽക്കുന്ന സമയമാണ്. നിങ്ങളെ വചനം കേട്ട് കേട്ട് വിശ്വാസം കൂടി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് രോഗത്തിന് ഈ സമയത്ത് സുഖപ്പെട്ട ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് രോഗമുള്ളത് ബ്ലീഡിങ് ആയാലും ശരി, ശ്വാസകോശ രോഗങ്ങളായാലും ശരി, സ്പോണ്ടിലോസിസ് രോഗങ്ങളായാലും ശരി, തൈറോയ്ഡ് രോഗങ്ങളെ, പിസ്തുല ആയാലും PCOD ആയാലും എല്ലാം അതാ സ്ഥലങ്ങളിൽ അബ്ഡോമൻ രോഗങ്ങൾക്കെല്ലാം അടിവയിലാണ് കൈവെക്കേണ്ടത്. ശിരസ് സംബന്ധമായ രോഗങ്ങൾക്ക് ശിരസ് കൈവെക്കണം. അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് നിങ്ങളെ അൾത്താരിൽ നിന്ന് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ ഹാപ്പി ആകണം. ഒന്ന് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
കർത്താവ് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. യേശാവ് ഇസഹാക്ക് യേശാവിനെ യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ പറയുന്ന സ്ഥലം, അവസാന ആശീർവാദത്തിനായി ഇസഹാക്ക് യാക്കോബിനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ അവൻ്റെ മേലങ്കിയുടെ സുഗന്ധം അവൻ്റെ നാസികയിലെ ഘ്രാണിക്കുമ്പോൾ ഇസഹാക്ക് പറയും, നീ എൻ്റെ മകൻ യേശാവ് തന്നെ, നിൻ്റെ ഉടുപ്പ് കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ്. ദൈവത്തിലെ നീ നിൽക്കുന്നത്, മാതാവ് പ്രത്യക്ഷപ്പെട്ട കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച 10,000 കണ്ണീരൊക്കെ ദൈവം തുടച്ച ദൈവികമായ സ്ഥലത്താണ് നിൽക്കുന്നത്. നീ നിൽക്കുന്നതല്ല, നിന്നെ നിർത്തിയതാണ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ അങ്ങയുടെ തിരുമുറിവാർന്ന തിരുമുറിവാർന്ന വലത് കരം എൻ്റെ ശിരസിൽ വെക്കണമേ. ശിരസിൽ വയ്ക്കണമേ. അടിപ്പിണർ പോലെ, അടിപ്പിണര് പോലെ, വൈദ്യുത ആഘാതം പോലെ, വൈദ്യുതാഘാതം പോലെ ദൈവികമായ ശക്തി ദൈവികമായ ശക്തി എന്റെ ശിരസിലൂടെ ഒഴുകട്ടെ. എന്റെ ശിരസിലൂടെ ഒഴുകട്ടെ. ശിരസിന്റെ രോഗങ്ങള്, ശിരസിന്റെ രോഗങ്ങള്, ശിരസിന്റെ സിസ്റ്റുകള് സൃഷ്ടികള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശിരസിലെ ക്യാൻസർ, ബ്രെയിൻ ക്യാൻസർ കർത്താവിന്റെ നാമത്തിൽ, കർത്താവിന്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, എന്റെ തൊണ്ടകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുറിവാർന്ന ആണിപ്രതാടുന്ന അത്ഭുതകർത്താൽ തൊണ്ടകളെ സ്പർശിക്കണമേ. സ്പോണ്ടിലോസിസ് രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ടോൺസിലൈറ്റ് രോഗങ്ങള്, തൊണ്ട വീക്കങ്ങള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. എന്റെ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന ആണിപ്രതാടുന്ന അത്ഭുതകരം ശ്വാസകോശങ്ങളിലെ വെക്കണമേ. അടിപ്പിണർ പോലെ, ദൈവികമായ ശക്തി ശ്വാസകോശങ്ങളിലെ പ്രസരിക്കട്ടെ. വലിവ് രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, വാൽവ് രോഗങ്ങള്, ബ്ലോക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ, കരൾ രോഗങ്ങള്, പ്ലീഹ രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള് ഈശോയുടെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവിന്റെ ശക്തി എന്റെ ശ്വാസകോശങ്ങളെ യേശുവിന്റെ രക്തത്താൽ കഴുകട്ടെ. മാരക രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അടിവയറ്റിലും വയറിലും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഈ ആൾത്താരിൽ വന്നിരിക്കുന്നത്. അതിന് തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ചെറുപുഷ്പം. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ആനക്കൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൾ ജോമേഴ്സി ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 1ാം വർഷ BSc നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഞാൻ 2022 മെയ് മാസത്തിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2023 ഡിസംബറിൽ ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. എനിക്ക് ഒരു 15 വർഷമായിട്ട് മൈഗ്രെയിൻ എന്ന അസുഖമുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ ആഴ്ചയിൽ 7 ദിവസങ്ങളിൽ 5 ദിവസവും എനിക്ക് ശക്തിയായ തലവേദന എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പം തലവേദന എടുക്കുമ്പോഴും എൻ്റെ മോളും വന്ന് അപ്പോഴേ എനിക്ക് ഉടമ്പടി തൈലം കൊണ്ടുവന്നിട്ട് പറയും, അമ്മേ നമുക്കിവിടെ അമ്മ മാതാവിൻ്റെ തൈലമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തൂത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ 2022 ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എന്നും എൻ്റെ മകളും എൻ്റെ കൂടെ ഇവിടെ വരികയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾക്കും ആഗ്രഹമായിരുന്നു 18 വയസ്സായ ഉടൻ തന്നെ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ അവൾ 18 വയസ്സായി പൂർത്തിയായ ഉടൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ ഞങ്ങൾക്ക് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ എനിക്കിപ്പോൾ മൈഗ്രെയിൻ ഒരിക്കലും വരാറില്ല. പിന്നെ എൻ്റെ മകൾക്കുണ്ടായ അനുഭവപ്പെട്ട സാക്ഷ്യമാണ്, അത് അവൾ തന്നെ പറയും. ഞാൻ 2025 ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അമ്മയുടെ തലവേദന, അമ്മയ്ക്ക് ഭയങ്കര കഠിനമായിട്ട് തലവേദന വരുമായിരുന്നു. ഒരു 15 വർഷത്തോളം അമ്മയ്ക്ക് നീണ്ടു നിന്ന മൈഗ്രെയിൻ ആയിരുന്നു. അത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു. അമ്മ 5-6 തോർത്തൊക്കെ വെച്ച് തല ഭയങ്കര ചുറ്റി മുറുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഭയങ്കര പേടിയാവുമായിരുന്നു അമ്മ കാണിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ കാണുമ്പോൾ. അപ്പം അന്നേരം ഞാൻ തൈലം കൊണ്ട് അമ്മേനെ നെറ്റി തൈലം കൊണ്ട് പൂശുകയൊക്കെ ചെയ്യുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അമ്മയുടെ തലവേദന മാറ്റിയ മാതാവ് എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2025 ഫെബ്രുവരി മാസത്തിൽ എനിക്ക് 18 വയസ്സായ ഉടനെ തന്നെ വന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് +2 പരീക്ഷ, കഴിഞ്ഞ വർഷമാണ് ഞാൻ +2 പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് 90% മാർക്ക് നൽകി അനുഗ്രഹിക്കണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അമ്മ മാതാവ്, ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിലൊരു കൊന്തമോതിരം ഉണ്ടായിരുന്നു. ഞാൻ ആ കൊന്തമോതിരത്തിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് പിന്ന് ചെയ്തിട്ട് ഞാനതൊരു കയ്യിൽ ഇറുക്കി പിടിക്കും. പിന്നെ ഞാൻ ഉപ്പ് കൊണ്ട് എല്ലാ പേപ്പറിലും ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എല്ലാ പേപ്പറിലും ഞാൻ ഇടും. എന്നിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഫൈനൽ എക്സാം ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എപ്പോഴും പരീക്ഷ എഴുതി വന്ന് ഞാൻ മൊത്തം കരച്ചിലായിരുന്നു. എന്നാലും ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ എഴുതി വെച്ച് എനിക്ക് 90% മാർക്ക് തന്ന അമ്മ മാതാവിനെ അനുഗ്രഹിക്കണം. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ +2ൻ്റെ റിസൾട്ട് ഞാൻ ഈ അമ്മയുടെ പുണ്യഭൂമി വന്നിട്ടേ ഞാൻ തുറന്ന് നോക്കത്തുള്ളൂ, സൈറ്റ് തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ റിസൾട്ട് വന്നത് ഞാൻ തുറന്ന് നോക്കിയത് ഞാൻ ഈ പുണ്യഭൂമി വെച്ചാണ്. ഞാൻ തുറന്നു നോക്കി, എനിക്ക് മാത്സ് ഒഴികെ എല്ലാ വിഷയത്തിനും എനിക്ക് ഫുൾ A+ നൽകി അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് 94% മാർക്ക് അമ്മ മാതാവ് എനിക്ക് നൽകി. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ നഴ്സിങ്ങിന് പോകാനായിട്ടാണ് നിന്നിരുന്നത്. എനിക്ക് അന്നേരം LBS വഴി ഞാൻ അലോട്ട്മെൻറ്റ് നോക്കി. എനിക്ക് ഒരു അലോട്ട്മെൻറ്റിനും എനിക്ക് വരുന്നില്ലായിരുന്നു. എനിക്ക് ഭയങ്കര മെറിറ്റായിരുന്നു, ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് ഇത്ര % മാർക്കുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് നഴ്സിങ്ങിന് എനിക്ക് നാട്ടിൽ തന്നെ കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം ഞാൻ എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും എന്നത്തിനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ് നഴ്സിങ്ങിനാണ് പോകുന്നത്. അന്നേരം LBSൻ്റെ അലോട്ട്മെൻറ്റ് വന്നല്ലോ, കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു കിട്ടിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഏതെങ്കിലും ഫാമിലി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എവിടെ ചെല്ലുമ്പോഴും ആൾക്കാർ എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ഇത്രയും മാർക്കുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കിട്ടുന്നില്ല? അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി. മാതാവ് എനിക്ക് ഇത്രയും മാർക്കുണ്ടല്ലോ, എനിക്ക് ഇന്നിട്ട് എന്തുകൊണ്ട് അഡ്മിഷൻ കിട്ടുന്നില്ല? അങ്ങനെ എനിക്ക് ഒരു ദിവസം മെയിൽ വന്നു, ഗാന്ധിനഗറിൽ എന്നെ SMEന്ന് 1112 ആയിരുന്നു എൻ്റെ റാങ്ക്. അന്നേരം കിട്ടി അഡ്മിഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ കയറിയത്. എൻ്റെ അമ്മ മാതാവ് എനിക്കുള്ളതാണ്, അമ്മ മാതാവ് എനിക്ക് നൽകണമേ. ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പോൾ
എൻ്റെ ഡോക്യുമെൻ്റ് വാങ്ങിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ആളായപ്പോൾ അതും അവിടെ വെച്ച് സ്റ്റോപ്പായി. അതോടെ എൻ്റെ കോൺഫിഡൻസ് മൊത്തത്തിൽ തകർന്നു. ഇനി എനിക്ക് ഒരിടത്തും കിട്ടത്തില്ല. ഇത്രയും മാർക്ക് വെച്ച് എല്ലാവരും ചോദിക്കാനും തുടങ്ങി. ഞാൻ കള്ളം പറയുകയാണോ മാർക്കെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ പെരുന്നാളിന് സെപ്റ്റംബർ 8-ാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ 8-ാം തീയതി വരെ നോയമ്പെടുത്ത് ഞാൻ അമ്മയുടെ അടുത്ത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് 8-ാം തീയതിയിൽ എനിക്ക് ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും എനിക്കൊരു അഡ്മിഷൻ വാങ്ങിച്ചു തരണം. ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വെച്ചു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് ചെത്തിപ്പുഴ ആശുപത്രി എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാൻ KCET ബാംഗ്ലൂർ KCET എന്ന് പറഞ്ഞൊരു പരീക്ഷ എഴുതിയായിരുന്നു. അതും ഞാൻ എൻ്റെ ആഗ്രഹം എനിക്കൊരു മെഡിക്കൽ കോളേജ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ KCET എന്നൊരു പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അത് ബാംഗ്ലൂരാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് കന്നഡ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ പുറത്തിരുന്ന എല്ലാവർക്കും ഞാൻ പത്രം വിതരണം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അതിന് ഞാൻ കാശുരൂപം കൈവച്ചും ഉപ്പ് ഞാൻ ആ പേപ്പറിൽ ഇട്ടുമാണ് ഞാൻ ആ പരീക്ഷ എഴുതിയത്. അതിനെനിക്ക് 1,00,000 മുകളിലാണ് എനിക്ക് റാങ്ക് ചെന്നത്. അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം എനിക്ക് ബാംഗ്ലൂർ നല്ലൊരു മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് സെപ്റ്റംബർ 8-ന് ഇവിടെ അഡ്മിഷൻ കിട്ടി, ചെത്തിപ്പുഴ അഡ്മിഷൻ കിട്ടി. അപ്പം ബാംഗ്ലൂരിന് ഞാൻ അഡ്മിഷൻ വെച്ച് ഞാൻ അന്നേരം പ്രൊസീജിയർ വെച്ചപ്പോൾ 3 ഹോസ്പിറ്റലാണ് ഞാൻ വെച്ചത്. 3 മെഡിക്കൽ കോളേജാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് എനിക്ക് കിട്ടണം. ഞാൻ 8-ാം തീയതി വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഞാൻ നിൽക്കുക. എനിക്കിനി ഏതെങ്കിലും മെഡിക്കൽ കോളേജ് കിട്ടിയാൽ എനിക്കിനി ഞാൻ എന്നാ ചെയ്യും. കാരണം എനിക്ക് 12-ാം തീയതിക്ക് മുമ്പ് ചെത്തിപ്പുഴ എനിക്ക് ചേരണം. അത് 25,000 രൂപ കൊടുത്ത് ചേർന്നാൽ പിന്നെ എനിക്ക് ഡോക്യുമെൻറ്റും പൈസ എല്ലാം എൻ്റെ പോയത് തന്നെയാണ്. പിന്നെ എനിക്കൊരു മെഡിക്കൽ കോളേജ് കിട്ടി എനിക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം മാതാവേ, എനിക്ക് ഇനി ബാംഗ്ലൂരിലെ ആണോ കിട്ടുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ 9-ാം തീയതി വൈകുന്നേരം 4 മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നു, ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ്. കാരണം ഞാൻ എല്ലാവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ 1,00,000 താഴെയുള്ള ഒരു 50,000 താഴെയുള്ളവർക്കൊക്കെ കൂടുതലും സെൻറ്റ് ജോൺസ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഒട്ടും നോക്കണ്ട, ചെത്തിപ്പുഴ കിട്ടിയില്ലേ കയറിക്കോളാം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക 2 ദിവസം കൂടെ. എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് 4 മണിയായപ്പോൾ എനിക്ക് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് പിറ്റേ ദിവസം തന്നെ ചേർന്നോളാം പറഞ്ഞുകൊണ്ട് എനിക്ക് അന്നേരം തന്നെ ഞാൻ ഫീസ് അടച്ചു, ഞാൻ ചേർന്നു. ഞാൻ അമ്മമാതാ എനിക്ക് കനിഞ്ഞ് നൽകിയ അനുഗ്രഹത്തിൽ ഞാൻ 1000 നന്ദി പറയുന്നു. ഞാനൊരു അധ്യാപികയാണ്. ഞാൻ സ്കൂളിൽ പഞ്ച് ചെയ്യുമ്പോൾ രാവിലെയും വൈകിട്ട് ഞങ്ങൾക്ക് പഞ്ച് ചെയ്യണം. ആ പഞ്ച് ചെയ്യുമ്പോഴെല്ലാം ഞാൻ കൃപാസന മാതാവിൻ്റെ ഉപ്പ് കയ്യിലെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പഞ്ച് ചെയ്യുന്നത്. അതിൻ്റേതായ ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങളുടെ സ്കൂളിനും കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും കിട്ടാറുണ്ട്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് കണ്ട് എൻ്റെ കൂടെയുള്ള ഒത്തിരി അധ്യാപകരും അനധ്യാപകരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറയും ടീച്ചറൊന്ന് പ്രാർത്ഥിച്ചാൽ മതി അവരുടെ കാര്യം കൂടെ സാധിച്ചു കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ഒത്തിരിയും പേർക്ക് അവർക്ക് വേണ്ടി മാധ്യസ്ഥ അമ്മയുടെ അവർ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി കൊടുത്തും പ്രാർത്ഥന അവർക്കും കാര്യങ്ങൾ സാധിച്ച് കിട്ടാറുണ്ട്. പിന്നെ എൻ്റെ മോളാണേലും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അവൾക്ക് 18 വയസ്സാകാനായിട്ട് അവൾ നോക്കിയിരുന്നു. അവൾക്ക് 2 കാര്യമായിരുന്നു. ആദ്യം അവൾ പറഞ്ഞു, ഞാനോർത്ത് എനിക്ക് 18 വയസ്സാകുമ്പോൾ മമ്മിയൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ഇതെന്തായിരിക്കും ഇവൾ ഈ പറയുന്നത്, ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയാണോ? ഞാൻ പറഞ്ഞു നമുക്ക് 18 വയസ്സ് കഴിയട്ടെ. എന്നെ പറഞ്ഞു അല്ല എനിക്ക് അപ്പം തന്നെ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൾ പറഞ്ഞതുപോലെ അവൾ +2-ൻ്റെ റിസൾട്ടും ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് ഇവിടെ ഇരുന്നുകൊണ്ടാണ് അവളുടെ റിസൾട്ട് നോക്കുന്നത്. അതുതന്നെ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കൃപയാണ്. ഇത്രയും വിശുദ്ധിയോടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു മാതാവിനെ ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ മാതാവിൻ്റെ ഒരു വിശ്വാസിയായിരുന്നു. അതുപോലെ എൻ്റെ മക്കളും മാതാവിൻ്റെ ഒരു വിശ്വാസിയാണ്. പിന്നെ ഇവൾക്ക് അത് കഴിഞ്ഞ് ഇവൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതി. ഡ്രൈവിംഗ് ടെസ്റ്റിന് ആദ്യത്തെ ഇതിൽ അവൾക്ക് 8 മാത്രമേ കിട്ടിയുള്ളൂ, പിന്നെ കിട്ടിയില്ല. പിന്നെ അവൾക്ക് ബാംഗ്ലൂർക്ക് ചേരാൻ പോകുന്ന അന്നാണ് അവൾക്ക് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ ഇവൾക്ക് പോകാനായിട്ട് ഭയങ്കര മടി, അമ്മ ഇന്ന് കിട്ടിയില്ലെന്നെ. ഞാൻ പറയും അമ്മ മാതാവല്ലേ ഉള്ളേ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ മാതാവ് പറയുന്നുണ്ട് അവളെ വിട്, അവൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറയും മോനെ മാതാവ് പറയുന്നുണ്ട് കൊച്ചു പോയി എന്നാണെങ്കിലും അറ്റൻഡ് ചെയ്യുക. അവൾ പോയി അറ്റൻഡ് ചെയ്തു. അവൾക്ക് 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും ലൈസൻസ് 1 മണിയായപ്പം കിട്ടി. 2 മണിയായപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് പോയി ചെന്ന് അവൾക്ക് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവുകയും ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ കൃപയാൽ ചെറുതും വലുതുമായ പറഞ്ഞാൽ തീരുകയില്ലാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം മാതാവിനെ നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്താൽ തീർച്ചയായിട്ടും അമ്മ മാതാവ് നമുക്ക് അതിനുള്ള കൃപ തരും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം
ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുമ്പോൾ ഇവളുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 3 മാസമേ ഉള്ളവൾ നേഴ്സിങ്ങിന് പോയിട്ട്. ഞങ്ങൾ സാധാരണ ഓട്ടോറിക്ഷക്കാർക്കാണ് ഞങ്ങൾ പത്രം വിതരണം ചെയ്യുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ. അതും വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഇഷ്ടമാതിരി അമ്മ മാതാവ് സാധിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലുകളിലാണെങ്കിലും പോയി പ്രാർത്ഥന വസ്തുക്കൾ കൊടുത്ത് പ്രാർത്ഥിക്കുകയും പറ്റുന്നത് പോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട്. ആര് എന്തൊരു സഹായം ചോദിച്ചുകൊണ്ട് വന്നാലും എനിക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയും, ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ മാതാവിന് വേണ്ടി എനിക്കത് ചെയ്യണം, എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ മക്കളോടും ജീവിത പങ്കാളിയോടും പറഞ്ഞിരിക്കുന്നത്, ഞാൻ മരിക്കുന്നവരെ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം. ഞാൻ മരിക്കുമ്പോഴും എനിക്ക് കൃപാസന മാതാവിൻ്റെ ഉടമ്പടി കാശുര്യം എൻ്റെ കയ്യിൽ തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ അമ്മയെ നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ നമ്മളെ സഹായിക്കും. അപ്പോൾ ആത്മീയമായിട്ട് ഞാൻ ഇവിടെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും എപ്പോഴും ഞാൻ അഖണ്ഡജപമാല വെച്ചുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നത്. അതുപോലെ ഫ്രീ പീരീഡ് കിട്ടുമ്പോഴാണെങ്കിലും ഞാൻ പോയി പറ്റുന്ന പോലെ കൊന്തയില്ലേയും പ്രാർത്ഥിക്കുകയും കൂടുതൽ മാതാവിലോട്ടും ദൈവത്തിലോട്ടും അടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സാധാരണ ഞാനൊക്കെ 2 മാസത്തിലൊന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഉടമ്പടിയിലായതുകൊണ്ട് എല്ലാ 15-ാം തീയതി കൃത്യ ദിവസം നോക്കി കഴിവതും കുമ്പസാരിക്കും. അപ്പം കൂടുതൽ അമ്മ മാതാവിനോടും ഉണ്ണീശയോടും ചേർന്നിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും തിരുക്കുമാരനും അമ്മ മാതാവും തന്നുകൊണ്ടിരിക്കുന്ന വർഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ഇനി മേലിലും അമ്മയുടെ കൃപ ഞങ്ങളുടെ കുടുംബത്തിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിലും എനിക്ക് 1000 നന്ദി ഞാൻ അമ്മയ്ക്ക് പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 എൻ്റെ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ പല അസുഖങ്ങളോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ കയ്യിൽ ലിഗമെൻ്റ് വേദന കാരണം ഞാൻ കിടത്ത് കയ്യിൽ ബെൽറ്റ് ഇട്ടിരുന്നു. 1 വർഷം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. പിറ്റേന്ന് ഞാൻ ഫോണിൽ ഇത് പിടിച്ചിട്ടത് നോക്കി ഞാൻ സാക്ഷ്യവും കേട്ടു. അപ്പോൾ ഒരാളുടെ ഇത് സാക്ഷി പറയുന്നു, തൈലം തേച്ചു അസുഖം മാറി എന്നു. ഞാനത് തൈലമെടുത്തു എൻ്റെ കയ്യിലും ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ പിറ്റേന്ന് എൻ്റെ കൈയുടെ വേദന മാറുകയും എൻ്റെ കൈയുടെ ബെൽറ്റ് ഞാൻ മാറ്റി. പിന്നെ എൻ്റെ കയ്യിൽ എനിക്ക് ബെൽറ്റ് ഇടേണ്ടി വന്നില്ല. എൻ്റെ അമ്മ എന്നെ പൂർണ്ണ സൗഖ്യം തന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചി ഇവിടെ വന്നു സാക്ഷ്യം പറയുന്നു. അവർ വിദേശത്തായിരുന്നു. അവർക്ക് നടുവിന് ഡിസ്ക് കംപ്ലൈൻറ്റ്, ബെൽറ്റ് ഇട്ടും കൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നെന്ന് കരഞ്ഞു, അമ്മേ എൻ്റെ നടുവിനും ബെൽറ്റ് ഇട്ടേക്കുകയാണ്. ഞാൻ കൂലിപ്പണി മേശൻ പണിക്ക് പോയി ആണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്കും ഈ ബെൽറ്റ് എനിക്ക് ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല. ഞാൻ 10 വർഷം കൊണ്ട് എൻ്റെ ബെൽറ്റ് ഞാൻ ഇട്ടേക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേന്ന് ജോലിക്ക് പോയി ബെൽറ്റ് എടുത്ത് കെട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും വേദനയും അനുഭവപ്പെട്ടു. ഞാൻ ഉടനെ ആ ബെൽറ്റ് ഊരി മാറ്റി. അപ്പോൾ ഞാൻ ബെൽറ്റിടാതെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ വേദനയായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, ഈ ബെൽറ്റ് നീ കെട്ടണ്ട, ഊരി മാറ്റി. പിന്നെ അതിന് ശേഷം ഞാൻ ഇന്ന് വരെയും ആ ബെൽറ്റ് ധരിച്ചിട്ടില്ല. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷ്യം, എനിക്ക് ഇടത്ത് വശം തലയിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ഓർമ്മ വെച്ച നാളും മുതൽ എൻ്റെ ചെവി പഴുക്കുമായിരുന്നു. പഴുപ്പുകയും ഡോക്ടറെ കാണിക്കുക, കുട്ടിക്കാലം മുതലേ കാണിക്കും. ഇപ്പോഴും ഞാനത് ചികിത്സയിലായിരുന്നു. അങ്ങനെ എനിക്ക് പേപ്പർ കണ്ടാൽ ഞാൻ ചെവിയിലിട്ട് കറക്കുകയും ഒരു ബസ്സിൽ കയറി ആ ടിക്കറ്റ് കിട്ടിയാലും ഞാൻ ആ പേപ്പർ ചുരുട്ടി ചെവിയിൽ വെച്ച് കറക്കും. അപ്പോഴെനിക്കത് ചെവിയിലിടാതെ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്, ഞാനിട്ട് കറക്കും. അപ്പോഴെനിക്ക് കഴിഞ്ഞ കോവിഡ് സമയത്തും ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് പറ്റില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ കുട്ടികൾക്ക് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, കുട്ടികളെ വളർത്തണം. അപ്പോൾ ഞാൻ മരുന്നിൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ എനിക്ക് വേദന കൂടി. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഇനി വെച്ച് പറ്റില്ല, പെട്ടെന്ന് തന്നെ ചിറയൻകീഴ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഇവിടെ ഡോക്ടർ മരുന്നെല്ലാം എഴുതി തന്നു, ചെവിയിൽ ഒഴുക്കാൻ മരുന്നും തന്നു. ഞാൻ അതും കൊണ്ടുവന്നു. വീട്ടിൽ വന്നു എൻ്റെ മരുന്ന് തൈലം എടുത്തു, ഞാൻ ചെവിയിൽ ഒഴിച്ചു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ചെവിയിൽ രാത്രി തൈലം ഒഴിച്ച്, ഞാൻ മരുന്നൊഴിച്ചില്ല, ഒഴിക്കാതെ ഞാൻ കിടന്നു. പിറ്റേന്ന് എൻ്റെ ചെവിയിൽ എനിക്ക് നല്ല ഒരു സൗഖ്യം. എനിക്ക് കേൾവിയും കുറവായിരുന്നു. ആ ചെവി എന്നെ തുറന്ന് പ്രവർത്തിക്കുകയും എനിക്ക് ആ ചെവി അതിന് ശേഷം ഇന്ന് വരെയും ചെവി പഴുത്തിട്ടുമില്ല. പക്ഷേ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇനി ആ പേപ്പർ ചെവിയിൽ വെക്കരുത് എന്ന്. ഞാൻ ആ പേപ്പർ പിന്നെ ഞാൻ ചെവിയിൽ എടുക്കാൻ വെക്കുമ്പോൾ അമ്മ എന്നെ തടയും. ഞാൻ അങ്ങനെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു, അമ്മ ഇനി ഞാൻ ആ പേപ്പർ ചെവിയിൽ വെക്കില്ല എന്ന്. അങ്ങനെ എൻ്റെ ചെവി ഇന്ന് വരെയും ഞാൻ മരുന്ന് കഴിച്ചിട്ടുമില്ല. എൻ്റെ പൂർണ്ണ സൗഖ്യവും എനിക്ക് കിട്ടി. എനിക്ക് പിന്നെ എൻ്റെ 4ാമത്തെ സാക്ഷ്യം, എനിക്ക് അരിയസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതും ഞാൻ വളരെ ബുദ്ധിമുട്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചു. എനിക്ക് എല്ലാവരും പോലെ എല്ലാ ആഹാരവും കഴിക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. ഞാൻ മരുന്നും കഴിക്കുക, ആശുപത്രിയിൽ പോവും, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതും എൻ്റെ അമ്മ എനിക്ക് മാറ്റി പൂർണ്ണ ഇന്ന് ഒന്നിനും ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. എല്ലാ ആപത്തും മാറി. അത് കഴിഞ്ഞ് എനിക്ക് വീട് സ്വന്തമായിട്ടില്ല. ഞാൻ വാടകയ്ക്ക് 5 വർഷം കൊണ്ട് ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ കിടക്കുന്ന വീട് ചോർച്ചയും ഇതും പിന്നെ ഒരു തുണി തറയിൽ വീണ അത് കഴുകി എനിക്ക് കിടക്കാൻ പറ്റൂ, അത്ര ഒരു വീടായിരുന്നു. നല്ല വീടല്ലായിരുന്നു. വാടകയ്ക്ക് പാമ്പ് വരക്കവും, മഴ പെയ്താൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല, വെള്ളം മഴ കുട പൊരിച്ച് നമുക്ക് വഴിയെ നടക്കാൻ പറ്റില്ല, വഴി പോലും ഇല്ലായിരുന്നു. ഞാൻ 5 വർഷം കൊണ്ട് അപ്പോഴും ഞാൻ ആകെ വിഷമിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പലയിടത്തും പോയി വീട് കാണും, ബ്രോക്കർക്ക് ഫീസ് കൊടുക്കണം, അങ്ങനെ ഞാൻ ഓരോന്ന് കാണുമ്പോൾ പൈസ കൂടുതൽ. അവസാനം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കൊരു വീട് അമ്മ തന്നെ ശരിയാക്കി തരണം. ഈ പച്ചത്തിരിയും നീലത്തിരിയും കത്തി തീരുമ്പോൾ തന്നെ എനിക്കൊരു വീട്, നല്ലൊരു വീട് അമ്മ വാടകയ്ക്ക് തരണം. പക്ഷേ എനിക്ക് അമ്മ തന്നു ഒരു 2 നില കെട്ടം. ഞാൻ ആ വീട്ടിൽ പണിക്ക് നിന്ന് ഒരു 5 വർഷം പോലും തികഞ്ഞില്ല. ആ വീട് വെച്ചിട്ട് അവർ പൂട്ടിയിട്ടിരുന്നു, ആർക്കും കൊടുക്കാതെ. ഞാൻ ചോദിച്ചു, അങ്ങനെ ആ വീട് എനിക്ക് തന്നു. അമ്മയ്ക്ക് ഇത്രയും തന്ന 1000 നന്ദി. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, എല്ലാവർക്കും ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അമ്മ കൊടുക്കുന്നു. അപ്പോൾ എനിക്കിതുവരെ എനിക്കും അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തു, ഭയങ്കര സുഗന്ധം. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. അത്ര ഭയങ്കര സുഗന്ധം ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് എന്നും രാത്രി കിടക്കുന്നുറങ്ങുമ്പോൾ വായിന്ന് ബ്ലഡ് വരും. എങ്ങനെ പല്ല് നാക്കിൽ കൊണ്ട് ഞാനൊരു സാക്ഷ്യം കേട്ട് അതിൽ അവരെ കുറിച്ച് പറയുന്നു, അവർക്ക് ഇങ്ങനെ പല്ലിന്ന് ബ്ലഡ് വരും, അത് തൈലം തേച്ച് അത് മാറിയെന്ന്. ഞാനും അങ്ങനെ എൻ്റെ നാക്കകത്ത് ഞാൻ തൈലം തേച്ചു. പിറ്റേന്ന് എൻ്റെ ആ പല്ല് പകുതി ഒടിഞ്ഞു പോവുകയും അതിനുശേഷം എൻ്റെ വാക്കത്തുനിന്ന് ബ്ലഡ് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രവർത്തനം ഞാൻ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ഞാൻ ഉറക്കം എഴുന്നേറ്റ് ഞാൻ ബൈബിള് വായിക്കും, അച്ഛൻ്റെ ടോപ്പിക്ക് കേൾക്കും, പിന്നെ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും, പിന്നെ ജപമാല ചൊല്ലും. പിന്നെ ആരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അവർക്ക് കാര്യവും നടക്കും. പിന്നെ ഞാൻ കൂടുതലും എനിക്ക് വേണ്ടി അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. അമ്മേ, ഒരുപാട് പേര് അമ്മ അറിയുന്നില്ല, അമ്മ അറിയണം ഞാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ പലർക്കും അമ്മയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കും, അമ്മേ അവർ ഓരോരുത്തരുടെ അസുഖം മാറ്റണമേ എന്നും പറഞ്ഞ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കാര്യം ഞാൻ അവസാനമേ പറയൂ. ഞാൻ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആരെൻ്റെ മുമ്പിൽ കൈ നീട്ടിയാൽ ഇല്ലെങ്കിൽ പോലും ഞാൻ അവർക്ക് 1 രൂപ കൊടുക്കാതെ ഞാൻ പോകില്ല. എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ കൊടുക്കും. അതിനിരട്ടി എനിക്ക് അമ്മ തിരിച്ചു തരികയും ചെയ്യും. അമ്മയ്ക്ക് 1000 നന്ദി. ഇനി മുന്നോട്ട് ഞാൻ ഉടമ്പടിയിൽ തന്നെ ഞാൻ പോവുകയും ചെയ്യും. 1000 നന്ദി പറയുന്നു.